കമലഹാസനും മണിരത്നവും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന തഗ് ലൈഫ് തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ പ്രേക്ഷക പ്രതികരണങ്ങൾ പുറത്തുവരികയാണ്. ആദ്യ ഷോ പൂർത്തിയാക്കുമ്പോൾ മോശം പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. ചിത്രത്തിൽ സിലംബരേഷൻ അവതരിപ്പിച്ച കഥാപാത്രം ആദ്യം ചെയ്യാനിരുന്നത് ദുൽഖർ സൽമാനായിരുന്നു. ചിത്രത്തിൽ മോശം റിവ്യൂസ് വരുന്നതിന് പിന്നാലെ ദുൽഖർ സിനിമ ചെയ്യാതിരുന്നത് നന്നായി എന്ന് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയാണ്. ജസ്റ്റ് മിസ്സാണ് ദുൽഖറിന്റെയും തഗ് ഓഫ് ലൈഫ് ഒഴിവാക്കി ലക്കി ഭാസ്കർ ചെയ്തത് എന്തുകൊണ്ട് നന്നായി എന്നാണ് ഒരു ആരാധകൻ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദുൽഖർ ചെയ്യാൻ മാത്രമായി തഗ് ലൈഫിൽ ഒന്നുമില്ലായിരുന്നുവെന്നും ദുൽഖറിന്റെ ചോയ്സിനെ അഭിനന്ദിക്കുമെന്നും കമന്റുകൾ വരുന്നുണ്ട്. ഒപ്പം രവി മോഹന്റെയും പ്രേക്ഷകർ അഭിനന്ദിക്കുന്നുണ്ട്. രവി മോഹനും തഗ് ഓഫ് ലൈഫിന്റെ ആദ്യ കാസ്റ്റിംഗിൽ ഉണ്ടായിരുന്നു. ചിത്രത്തിൽ നിന്ന് ദുൽഖർ സൽമാൻ പിന്മാറിയതിനു പിന്നാലെ ആദ്യം നിരവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇത്തരം വലിയ ബാനറും ടീമിനൊപ്പം വർക്ക് ചെയ്യാനുള്ള അവസരം നടൻ ഒഴിവാക്കിയതിന് എന്തെന്നും കമന്റുകൾ വന്നിരുന്നു. എന്നാൽ ഈ തീരുമാനം ശരിയായെന്ന് ഇപ്പോൾ ഉയരുന്ന അഭിപ്രായങ്ങൾ. അതേസമയം സിനിമയുടെ ആദ്യ പകുതി തരക്കേടില്ലായിരുന്നെന്നും എന്നാൽ രണ്ടാം പകുതി നിരാശപ്പെടുത്തിയെന്നും കമന്റുകളുണ്ട്. റഹ്മാന്റെ പശ്ചാത്തല സംഗീതം പൂർണ്ണമായും നിരാശപ്പെടുത്തി എന്നും പ്രേക്ഷകർ എക്സിൽ കുറിക്കുന്നുണ്ട്. പ്രകടനങ്ങളിൽ സിലംബരേഷൻ മികച്ചു നിൽക്കുന്നുവെന്നും കമലഹാസൻ രണ്ടാം പകുതിയിൽ ചില ഭാഗങ്ങളിലേക്ക് താഴ്ന്നു പോകുന്നുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നു. തൃഷയുടെ കഥാപാത്രം വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. സിനിമയുടെ വിഷ്വൽ ഗംഭീരമാണെന്നും അഭിപ്രായമുണ്ട്. ചിത്രത്തിലെ ഗാനങ്ങൾ കട്ട് ചെയ്തതിലും പ്രേക്ഷകർക്ക് നിരാശ പ്രകടിപ്പിക്കുന്നുണ്ട്. 2 മണിക്കൂർ 45 മിനിറ്റാണ് സിനിമയുടെ നീളം. ജോജു ജോർജ്, തൃഷ, അഭിരാമി, ഐശ്വര്യ ലക്ഷ്മി, നാസർ, അശോക് സെൽവൻ, അലി ഫൈസൽ, ജിഷ്ണു സൈനബ് എന്നീ വലിയ താരനിര ഈ സിനിമയിലുണ്ട്.